ആരോഗ്യവകുപ്പ് ഇടപെട്ടതോടെ കോഴിക്കോട് ഡിഎംഒ ഓഫീസിൽ കസേര കളിക്ക് വിരാമമായി. സ്ഥലമാറ്റ ഉത്തരവിലൂടെ വന്ന ഡിഎംഒ ആശാദേവിക്ക് ഡിഎംഒ ആയി തുടരാമെന്ന് കാണിച്ച് ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഡിഎംഒ ഡോക്ടർ രാജേന്ദ്രനോട് നേരത്തെ ഇറങ്ങിയ സ്ഥലമാറ്റ ഉത്തരവ് പ്രകാരം അടിയന്തരമായി തിരുവനന്തപുരത്ത് ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ നീക്കിയതിനെ തുടർന്ന് ഇന്ന് ചാർജ് എടുക്കാനായി ഡോക്ടർ ആശാദേവി വീണ്ടും ഓഫീസിലെത്തിയെങ്കിലും മാറാൻ ഡോക്ടർ രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ടത്. സാനിയ മനോമി നമുക്കൊപ്പം എത്തുന്നു. സാനിയ മനോമി, ഒടുവിൽ കസേര ഒരാൾക്ക് ഉറപ്പിച്ചു കൊടുത്തു അല്ലേ ആരോഗ്യവകുപ്പ്? അതെ സുജയ, ആരോഗ്യവകുപ്പിന്റെ പുതിയ ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഡോക്ടർ പ്രകാരം ഡോക്ടർ ചുമതല ഏറ്റെടുക്കണമെന്നും ഉടൻ തന്നെ തിരുവനന്തപുരത്ത് എത്തി അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ചുമതലയിൽ ജോയിൻ ചെയ്യണമെന്നുമാണ് ഇപ്പോൾ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 10-നായിരുന്നു ജില്ലയിലെ പുതിയ ഡിഎംഒ ആയി ഡോക്ടർ ആശാദേവി ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഡിസംബർ 10 ഡോക്ടർ എൻ രാജേന്ദ്രൻ റിലീവ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് 12-ാം തീയതി അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ കിട്ടി. പക്ഷേ ഡിസംബർ 11-12 തീയതികളിൽ ഈ ഡോക്ടർ ആശാദേവിക്ക് തിരുവനന്തപുരത്ത് നടന്ന മെഡിക്കൽ ഓഫീസർമാരുടെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ അവർ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും ഓഫീസിലെത്തുകയും ചെയ്തില്ല. പകരം ഡോക്ടർ രാജേന്ദ്രൻ 12-ാം തീയതി എത്തുകയായിരുന്നു. പിന്നീട് ഈ ഇദ്ദേഹത്തിനുള്ള ട്രിബ്യൂണൽ വിധി കോടതി സ്റ്റേ ചെയ്തതോടെയാണ് ആശാദേവി വീണ്ടും ചാർജ് ഏറ്റെടുക്കാനായി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതോടുകൂടിയാണ് കസേര കളി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ രാജേന്ദ്രന് തിരുവനന്തപുരത്ത് കസേര റെഡി, ആശാദേവിക്ക് നേരത്തെ കസേരയും.